2014 2000-ലധികം ഇന്ത്യക്കാർ ജോലി ചെയ്തിരുന്ന യമനിൽ ഇപ്പോഴുള്ളത് വിരലിലെണ്ണാവുന്ന ഇന്ത്യക്കാർ മാത്രമാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരും ബിസിനസ്സുകാരും ധാരാളം ഉണ്ടായിരുന്ന യമനിൽ നിന്ന് 2014 ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ആയിരക്കണക്കിന് ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ യമനിലെ ഇന്ത്യൻ പ്രവാസികളുടെ ഓർമ്മകളുമായി തലസ്ഥാനിലെ സനയിൽ ന്യൂഡൽഹി ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന പേരിൽ ഇപ്പോഴും ഒരു റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നുണ്ട്. യമൻ സന്ദർശിച്ച ഞങ്ങളുടെ പ്രതിനിധി അൻവർ പാലേരി യമൻ തലസ്ഥാനമായ സനയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മറ്റേതൊരു വിദേശ രാജ്യത്തെയും പോലെ യമൻ തലസ്ഥാനമായ സനായിലും ഇന്ത്യക്കാർ ധാരാളമായി ജോലി ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നഗരത്തിൽ പലയിടങ്ങളിലും മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ റെസ്റ്റോറന്റുകളും മറ്റ് ബിസിനസ്സുകളും നടത്തി ജീവിതം കരുപ്പിടിപ്പിച്ച നല്ല കാലം യമൻ തലസ്ഥാന നഗരിയിൽ ജീവിക്കുന്ന 100-ൽ താഴെയുള്ള ഇന്ത്യക്കാർക്ക് ഇപ്പോഴും ഗൃഹാതുരതയുണർത്തുന്ന ഓർമ്മകളാണ്. യമനിലെ വിവിധ നഗരങ്ങളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളടക്കം 10,000-കണക്കിന് ഇന്ത്യക്കാർ ഉണ്ടായിരുന്നതായാണ് പഴയ കണക്കുകൾ. വർത്തമാനകാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന മലയാളി നഴ്സ് നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ഈ സർക്കാർ ആശുപത്രിയിൽ മാത്രം 200-ലേറെ ഇന്ത്യൻ നഴ്സുമാർ ജോലി ചെയ്തിരുന്നതായി ഇവിടെയുള്ളവർ പറയുന്നു. 2025 മുമ്പ് 4000 ഇന്ത്യക്കാരുണ്ടായിരുന്ന യമനിൽ 1000-ലധികം പേരും കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരായിരുന്നു. കഴിഞ്ഞ 28 വർഷമായി സനായിലെ അല്ലമ്മാൻ സ്ട്രീറ്റിൽ ന്യൂഡൽഹി ഇന്ത്യൻ റെസ്റ്റോറന്റ് നടത്തുന്ന ലക്നോ സ്വദേശി മുഹമ്മദ് ത്വൽഹ ആ നാളുകൾ ഇപ്പോഴും ഓർത്തെടുക്കുന്നു. യുദ്ധവും ആഭ്യന്തര സംഘർഷങ്ങളുമെല്ലാം ഒരുപാട് കൺമുന്നിലൂടെ കടന്നുപോയെങ്കിലും യമൻ ജനതയെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിന് നഷ്ടങ്ങളുടെ കണക്കുകൾ ഓർത്തെടുത്തു പറയാൻ താല്പര്യമില്ല. എന്നാൽ യമനിലെ സാധാരണക്കാരുടെ ഇന്ത്യക്കാരോടുള്ള നല്ല പെരുമാറ്റത്തെക്കുറിച്ചും ശുദ്ധ പ്രകൃതത്തെക്കുറിച്ചും അദ്ദേഹം വാദോരാതെ സംസാരിക്കും. लोग अच्छा है यमन का, बुरा नहीं है यमन का, लोग अच्छा है, बस थोड़ा लोग गरीब है और जो थोड़ा गरीब है वो बहुत गरीब है और जो अमीर है उसको मालूम नहीं उसके पास क्या क्या है. जैसे अपने इंडिया में है कि एक तबका जो है बहुत गरीब है और एक जो है मिडल है और एक के पास इतना है कि मालूम है. यमन का सेम है. ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് സനായിലെ ഇന്ത്യക്കാരെ മുഴുവൻ നാട്ടിലെത്തിച്ചതിന് പിന്നാലെ ഇന്ത്യൻ എംബസി പ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും മറ്റു നയതന്ത്ര സംവിധാനങ്ങൾ വഴി ഇപ്പോഴും ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് അത്യാവശ്യം വേണ്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്നും മുഹമ്മദ് ത്വൽഹ പറയുന്നു. അതേസമയം ഇന്ത്യക്കാർക്ക് യമനിലേക്ക് പ്രവേശനം വിലക്കിയതിനാൽ നാട്ടിലേക്ക് പോകാനും വരാനുമുള്ള ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തെ പോലെ ഇപ്പോഴും യമനിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. अभी परेशानी है क्योंकि आने जाने में परेशानी है. एयरपोर्ट खुला हुआ नहीं है, अडेंटा खुला है, सना का कभी खुलता है बंद हो जाता है. बाकी यहाँ पर रहने में और काम करने में, जॉब करने में, बिजनेस करने में कोई प्रॉब्लम नहीं है. यमन के लोग बहुत अच्छे हैं. अब कुछ लोग बुरे भी होते हैं तो है ही हैं, वो तो हर जगह पे हैं. और अच्छाई जो यमन के अंदर है वो है कि ईगो नहीं है इनके अंदर, अच्छे हैं लोग. എന്നാലും മുഹമ്മദ് ത്വൽഹ എന്ന ഈ ഇന്ത്യക്കാരൻ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. എല്ലാ സംഘർഷങ്ങളും നീങ്ങി നാളെ തന്റെ റെസ്റ്റോറന്റിൽ ഇന്ത്യൻ ഭക്ഷണം കഴിക്കാനെത്തുന്നവരുടെ തിരക്ക് ഒരിക്കൽ കൂടി കാണാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ. യമൻ തലസ്ഥാനമായ സനായിൽ നിന്നും അൻവർ പാലേരി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.